എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണെന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ, അതോറിറ്റി എന്താണെന്നുള്ളത്, റെസ്പോൺസിബിലിറ്റി, ഡെലിഗേഷൻ പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ, ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഡെലിഗേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ delegation and decentralization, need for decentralization in business houses, limitations of decentralization. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ടോപ്പിക്ക് കണ്ട് വിഷമിക്കൊന്നും വേണ്ട, ബോറടിക്കില്ല. വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഇതെല്ലാം. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവയുടെ എല്ലാ ലിങ്കുകളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെയും മറ്റ് സബ്ജക്റ്റുകളുടെയും എല്ലാ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താൽ മതിയാവും. മുഴുവൻ വീഡിയോൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് അന്നേരത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൊണ്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്കിതിൽ ഓരോരോ ടോപ്പിക്കും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Delegation of authority. Top level management is not able to perform all duties. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അത് ആരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പെർഫോം ചെയ്യാൻ കഴിയണമെന്നില്ല. അതിന് കഴിവ് പ്രധാനമാണെന്ന്, അതിലപ്പുറം സമയം വലിയൊരു പ്രശ്നമാണ്. സോ ഹി മസ്റ്റ് ഷെയർ ദർ ഡ്യൂട്ടീസ് വിത്ത് സബോർഡിനേറ്റ് മാനേജേഴ്സ്. അതുകൊണ്ട് തന്നെ അവരവരുടെ ഡ്യൂട്ടീസ് സബോർഡിനേറ്റ് മാനേജേഴ്സിലേക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട്. ടു പെർഫോം ദ ഡ്യൂട്ടീസ് അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ്. അപ്പോൾ ഇങ്ങനെ സബോർഡിനേറ്റ് മാനേജേഴ്സിന് ഡ്യൂട്ടീസ് ഷെയർ ചെയ്താൽ മാത്രം പോരാ, അത് പെർഫോം ചെയ്യണമെങ്കിൽ ഈ മേൽപ്പറഞ്ഞ ടോപ്പ് മാനേജേഴ്സിനുള്ള ഏതാനും അതോറിറ്റിയും കൂടെ അവർ ഡെലിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്, കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. ഡെലിഗേഷൻ ഈസ് ദ അസൈൻമെൻറ്റ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഇൻഡിവിജ്വൽസ് ടു ക്യാരി ഔട്ട് ദെയർ ഡ്യൂട്ടീസ്. ഇൻഡിവിജ്വൽസിന് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതോറിറ്റിയും അതോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും, ഏതൊരു കാര്യത്തിനും ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളത് പെർഫെക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് ആരോടും റെസ്പോൺസിബിലിറ്റി ഇല്ല, ആരോടും ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ നമ്മളത് ഭംഗിയായിട്ട് ചെയ്യില്ല. അപ്പോൾ ഒരു ഡ്യൂട്ടി ഒരു ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യണമെങ്കിൽ അതിനുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അസൈൻ ചെയ്യുന്നതാണ്, നൽകുന്നതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു തിയോ ഹേമൻ, delegation of authority merely means the granting of authority to subordinates to operate within prescribed limit. ഒരു നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റ്സിന് അതോറിറ്റി, അധികാരം കൈമാറുന്ന, ഗ്രാൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളതാണ് തിയോ ഹൈമാൻ നിർവഹിച്ചിട്ടുള്ളത്. Delegation of authority reduces the burden of top level managers. ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ബേർഡൻ, ഭാരം ഇത് കുറേ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഹി ക്യാൻ ഡെലിഗേറ്റ് സം പവേഴ്സ് ടു ഹിസ് സബോർഡിനേറ്റ് മാനേജേഴ്സ്. അയാളുടെ സബോർഡിനേറ്റ് മാനേജേഴ്സിന് അയാൾക്ക് അയാളുടെ പവറുകൾ കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഹിയർ ദ മാനേജേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ഹിസ് വർക്ക് ലോഡ് ടു ദ അതേഴ്സ്. ഇവിടെ മാനേജേഴ്സ് അവരുടെ വർക്ക് ലോഡ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഹി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ മോർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് which they can perform better. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യേണ്ട കുറച്ചൊക്കെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്ത് പോകുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ പിന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ കീഴിൽ വരുള്ളൂ. അപ്പോൾ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്, അത് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനെല്ലാം തന്നെ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം. നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനേജേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യും, റൊട്ടീൻ മാറ്റേഴ്സ് എല്ലാം തന്നെ സബോർഡിനേറ്റ്സിന് കൈമാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡെലിഗേഷൻ ആവശ്യമാണ്. ദെൻ അതോറിറ്റി. Authority is the right to initiate, command and issue orders.
നമ്മൾ ഇനീഷ്യേറ്റ് എടുക്കുന്നതിന്, അതായത് കാര്യങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്നതിന്, കമാൻഡ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിനൊക്കെ തന്നെയുള്ള റൈറ്റിനെ, അവകാശത്തെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് പവേഴ്സ് ആൻഡ് റൈറ്റ്സ് എൻട്രസ്റ്റഡ് ടു മേക്ക് പെർഫോമൻസ് പോസിബിൾ. പെർഫോമൻസ് നടത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഒരു വർക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അധികാരത്തെയും പവറിനെയും റൈറ്റിനെയും, അധികാരത്തിൻ്റെയും അവകാശങ്ങളുടെയും ഒക്കെ തന്നെ ആകത്തുകയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡർ ആൻഡ് ദ പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്. ഒബീഡിയൻസ്, മറ്റുള്ളവരെ നമ്മൾ അനുസരിക്കാം എന്നുള്ള ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരവും അതുപോലെ തന്നെ ഓർഡറുകൾ കൊടുക്കാനുള്ള അവകാശവും എല്ലാം കൂടെ ചേർന്നാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്, ഓർഡർ നൽകുന്നതിനുള്ള അവകാശമാണ്. ആൻഡ് ദ പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്, മറ്റുള്ളവരെ കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം അവരെ കൊണ്ട് അനുസരിപ്പിച്ചെടുക്കുന്നതിനുള്ള ആ ഒരു പവറും കൂടെ ചേർന്നതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. The authority gives the management the power to enforce obedience. ഒബീഡിയൻസ് നടപ്പിലാക്കിയെടുക്കുന്നതിന് ആവശ്യമായ പവർ, ശക്തി മാനേജ്മെന്റിന് കൊടുക്കുന്നതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പവർ ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഓർഡേഴ്സ് ആർ ഒബെയ്ഡ്. ഇത് ഓർഡർ കൊടുക്കാനുള്ള പവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ആ പറയുന്ന ഓർഡറുകൾ ഈ പറയുന്ന സബോർഡിനേറ്റ്സ് ഒബേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള അധികാരവും അവകാശം കൂടെ നൽകുന്നതാണ്, പവറും കൂടെ നൽകുന്നതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ഇംപ്ലൈസ് ദ റൈറ്റ് ടു ഡിസൈഡ് ഓർ നോട്ട് ടു ഡിസൈഡ്, ദ റൈറ്റ് ടു ആക്ട് ഓർ നോട്ട് ടു ആക്ട്. ഒരു കാര്യം തീരുമാനിക്കണോ വേണ്ടയോ, ഒരു കാര്യം പ്രവർത്തിക്കണോ വേണ്ടയോ എന്നൊക്കെ തന്നെ ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് അടങ്ങുന്നതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ തീരുമാനിക്കാനും അത് മറ്റുള്ളവരിലൂടെ നടപ്പിലാക്കി എടുക്കാനുള്ള പവറും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരിക്കും അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് അതോറിറ്റി. ലീഗൽ അതോറിറ്റി, നിയമം മൂലം, നിയമപ്രകാരം ലഭിക്കുന്ന അധികാരങ്ങളാണിത്. ദിസ് ഈസ് ദ അതോറിറ്റി പാസ്ഡ് ബൈ ലോ ഓർ ബൈ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. നിയമം മൂലം പാസ്സാക്കപ്പെടുന്ന അധികാരങ്ങൾ, അല്ലെങ്കിൽ നിയമം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാമൂഹിക നയങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കിട്ടുന്ന അധികാരങ്ങളാണ് ലീഗൽ അതോറിറ്റി. എക്സാമ്പിൾ, ലോ ഹാസ് ഗ്രാൻറ്റഡ് എ പോലീസ്മാൻ ടു അറസ്റ്റ് എനിവൺ ഹു ഹാസ് കമ്മിറ്റഡ് എ ക്രൈം. കുറ്റം ചെയ്യുന്ന ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒരു പോലീസ്മാന് നിയമം നൽകുന്ന പോലെ ഉള്ളത് ലീഗൽ അതോറിറ്റിയാണ്. ദെൻ ദ ട്രഡീഷണൽ അതോറിറ്റി. ദിസ് അതോറിറ്റി ഈസ് പാസ്ഡ് ഫ്രം ഫാദർ ടു സൺ. ട്രഡീഷണൽ ആണ് അല്ലെ, പരമ്പരാഗതമായിട്ട് കിട്ടുന്ന അധികാരങ്ങളാണ്. ഫാദറിൽ നിന്നും സണ്ണിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന അധികാരം ഇതിനകത്താണ് വരുന്നത്. എക്സാമ്പിൾ, അതോറിറ്റി ഓഫ് എ ട്രൈബൽ ചീഫ്, കിങ് എക്സെട്ര. ഗോത്ര തലവന്മാരുണ്ടായിരിക്കും ആദിവാസി സമൂഹങ്ങളിലൊക്കെയുള്ള. അപ്പം അവരവരുടെ മക്കളിലേക്കാണ് ആ ഒരു അധികാരം കൈമാറിപ്പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ട്രൈബൽ ചീഫ്, അതുപോലെ തന്നെ രാജാക്കന്മാർ അവരുടെ മക്കളിലേക്കാണ് അധികാരം കൈമാറുന്നത്. ട്രൈബൽ ചീഫ്, കിങ്, ഇവരുടെയൊക്കെ അതോറിറ്റി ഇതിനകത്താണ് വരുന്നത്. ട്രഡീഷണൽ അതോറിറ്റിക്ക് എക്സാമ്പിൾസ് ആണ്. ദേ റൂൾ അറ്റ് ദെയർ ഓൺ പ്ലഷർ ആൻഡ് മേക്ക് ആർബിട്രറി ഡിസിഷൻസ്. അവരുടെ ഇഷ്ടത്തിനാണ് റൂൾ ചെയ്യുന്നത്. ആൻഡ് മേക്സ് ആർബിട്രറി ഡിസിഷൻസ്. അവർ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുക. അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് തോന്നിയ വിധത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഫാദർ ഇൻ ദ ഫാമിലി എക്സൈസസ് ഈസ് ട്രഡീഷണൽ അതോറിറ്റി ഓവർ ദ ഫാമിലി. ഒരു ഫാമിലിയിലെ ഫാദർ ആ ഫാമിലിക്ക് മുകളിലുള്ള ഒരു ട്രഡീഷണൽ അതോറിറ്റി കാണിക്കാറുണ്ട്. അവരാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുക. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അതോറിറ്റി ദർ ഈസ് നോ ഫോർമൽ ലോ. ഇത്തരം അതോറിറ്റിയിൽ പ്രത്യേകിച്ചൊരു ഫോർമൽ ലോയൊന്നുമില്ല, ഔപചാരിക നിയമങ്ങളൊന്നും ഇല്ല. കെരിസ്മാറ്റിക് അതോറിറ്റീസ്. ഇറ്റ് റെസ്റ്റ് ഓൺ പേഴ്സണൽ കരിസ്മ ഓഫ് എ ലീഡർ. ഒരു ലീഡറിൻ്റെ പേഴ്സണൽ കരിസ്മയെ ബേസ് ചെയ്തിട്ടുള്ളതാണിത്. മീൻസ് അവരുടെ വ്യക്തിപ്രഭാവം, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള അവരുടെ ഒരു കഴിവ്, അതാണ് കരിസ്മ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമൂലം അവരുണ്ടാക്കിയെടുക്കുന്ന അധികാരങ്ങളെയാണ് കരിസ്മാറ്റിക് അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഹി ക്യാൻ കമാൻഡ് റെസ്പെക്ട് ഫ്രം ഹിസ് ഫോളോവേഴ്സ് ഡ്യൂ ടു ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ്. ലീഡേഴ്സ് അവരുടെ പേഴ്സണാലിറ്റി മുഖാന്തരം, അവരുടെ പേഴ്സണൽ ക്വാളിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചുകൊണ്ട് അവർ ഫോളോവേഴ്സിൽ നിന്നും റെസ്പെക്റ്റ് കമാൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇത് പ്രധാനമായിട്ട് നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റിലീജിയസ് ലീഡേഴ്സിൽ നിന്നും പൊളിറ്റിക്കൽ ലീഡേഴ്സിലൊക്കെയാണ് നമ്മളിത് കാണാറുള്ളത്. എ കരിസ്മാറ്റിക് ലീഡർ ഈസ് എ ഫോഴ്സ്ഫുൾ ഒറേറ്റർ. ഒരു കരിസ്മാറ്റിക് ലീഡർ എപ്പോഴും ഒരു ഫോഴ്സ്ഫുൾ ഒറേറ്റർ ആയിരിക്കും. നല്ല ശക്തമായ വാഗ്മിയായിരിക്കും, നല്ല പ്രഭാഷകനായിരിക്കും. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പിടിച്ചിരുത്താൻ കഴിവുള്ളവരായിരിക്കും. His talk has hypnotic effect on his followers.
അപ്പോൾ ആക്സെപ്റ്റ് ഈസ് കമാൻഡ് ആൻഡ് അതോറിറ്റി. അയാളുടെ സംസാരത്തിന് ഫോളോവേഴ്സിൽ ഒരു ഹിപ്നോട്ടിക് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ കമാൻഡും അയാളുടെ അധികാരമൊക്കെ തന്നെ മറ്റുള്ളവർ അംഗീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. Then technical authority. People accept orders from another person due to his knowledge and skill. ആളുകൾ മറ്റൊരാളിൽ നിന്നും ഉള്ള ഓർഡറുകളെല്ലാം തന്നെ അംഗീകരിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? അയാളുടെ നോളജിൻ്റെയും സ്കില്ലിൻ്റെയും അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ഓർഡർ ഓഫ് എ ഡോക്ടർ ടു ടേക്ക് റെസ്റ്റ് ഈസ് ആക്സെപ്റ്റഡ് ബിക്കോസ് വി റെസ്പെക്ട് ഹിസ് നോളജ് ആൻഡ് സ്കിൽ. ഓർഡർ നമ്മളോട് റെസ്റ്റ് എടുക്കണം എന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മളത് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ നോളജിനെയും സ്കില്ലിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോളജും സ്കില്ലുള്ള ആളുകളെ അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, അവരെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ, അവർ നമ്മളുടെ എക്സസൈസ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ടെക്നിക്കൽ അതോറിറ്റിയാണ്. പൊസിഷൻ അതോറിറ്റി. ദ അതോറിറ്റി ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ എൻജോയ്ഡ് ബൈ എ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അതോറിറ്റിയാണിത്. ഇവിടെ ഒരു വ്യക്തി, ഒരു ഓർഗനൈസേഷനിലെ വ്യക്തി അയാളുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് പിന്നെ എൻജോയ് ചെയ്യുന്ന അധികാരങ്ങളാണ് ഇത്. ഇപ്പം ഒരു ഓർഗനൈസേഷനിൽ, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിൻസിപ്പൾ ആ ഒരു പോസ്റ്റിലിരിക്കുന്നത് കൊണ്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള അധികാരങ്ങളാണത്. ക്വാളിഫിക്കേഷനൊക്കെ മറ്റുള്ളവരെ പോലെ സെയിം ആണെങ്കിൽ കൂടിയും ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന അഡീഷണൽ ആയിട്ടുള്ള അധികാരങ്ങളാണ്. മറ്റുള്ളവരുടെ മേലെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അവർക്ക് ലഭിക്കുന്നുണ്ട്. Responsibility. Responsibility may be defined as the obligation of a subordinate to whom a duty has been assigned to perform a work. ഒരു സബോർഡിനേറ്റ്, അതായത് വർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു സബോർഡിനേറ്റിന് ആ ഒരു വർക്ക് പെർഫോം ചെയ്യാനുള്ള ബാധ്യതയെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. റെസ്പോൺസിബിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ ഒബ്ലിഗേഷൻ, ബാധ്യതയാണ് ഓഫ് എ സബോർഡിനേറ്റ് ടു ഹും എ ഡ്യൂട്ടി ഹാസ് ബീൻ അസൈൻ ടു പെർഫോം എ വർക്ക്. ഒരു വർക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്യപ്പെട്ട ഒരു സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ജോർജ് ആർ ടെറി ഡിഫൈൻസ് responsibility is the obligation to carry out assigned activities to the best of his abilities. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ആണ് ടു ക്യാരി ഔട്ട് അസൈൻഡ് ആക്ടിവിറ്റീസ് ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റീസ്. ഒരു വ്യക്തി അയാളുടെ എബിലിറ്റിയുടെ മാക്സിമം, ഏറ്റവും നല്ല രീതിയിൽ അയാളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അസൈൻ ചെയ്യപ്പെട്ട ഡ്യൂട്ടി, ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അയാളുടെ ഒബ്ലിഗേഷനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Then according to Theo Heyman, responsibility is the obligation of a subordinate to perform duty as required by his superiors. സുപ്പീരിയേഴ്സിൻ്റെ ആവശ്യം എന്താണോ അതനുസരിച്ച് ഡ്യൂട്ടി പെർഫോം ചെയ്യാനുള്ള സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനെ, ബാധ്യതയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ലിഗേഷൻ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ഡെലിഗേഷൻ പ്രോസസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ സ്റ്റെപ്സ് എന്താണെന്നുള്ളത് നോക്കാം. ദ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ കൺസിസ്റ്റ് ഓഫ് 3 മേജർ സ്റ്റെപ്സ്. ഒന്ന് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ദെൻ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഈസ് ടു ഡിറ്റർമിൻ ക്ലിയർലി വാട്ട് സബോർഡിനേറ്റ്സ് ആർ സപ്പോസ്ഡ് ടു ഡു. എൻട്രസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് സബോർഡിനേറ്റ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. സബോർഡിനേറ്റ്സ് ആർ അസൈൻഡ് ഡ്യൂട്ടീസ് ഓൺ ദി ബേസ് ഓഫ് ദെയർ ക്യാപ്പബിലിറ്റി ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി. സബോർഡിനേറ്റ്സിന് അവരുടെ ക്യാപ്പബിലിറ്റി എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഡ്യൂട്ടീസ് അസൈൻ ചെയ്യണം. The distribution of work should be done in such a way that subordinates are not overburdened. ഈ വർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, അവർക്ക് വല്ല ഓവർ ബേർഡൻ ഉണ്ടാക്കാത്ത രീതിയിൽ വേണം അത് അവരിലേക്ക് ഡിവൈഡ് ചെയ്യാൻ. Then delegation of authority. The second step is to delegate authority to subordinate. Subordinates are given authority to perform duties assigned to him. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡെലിഗേറ്റ് അതോറിറ്റി ടു സബോർഡിനേറ്റ്. സബോർഡിനേറ്റ്സിന് അതോറിറ്റി കൈമാറുക എന്നുള്ളതാണ്. സബോർഡിനേറ്റ്സ് ആർ ഗിവൺ അതോറിറ്റി ടു പെർഫോം ഡ്യൂട്ടീസ് അസൈൻ ടു ഹിം. അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിന് അവർക്ക് അതോറിറ്റി നൽകണം. അപ്പം അത് എത്രമാത്രമാണ് ഡ്യൂട്ടി ഉള്ളത് അതിനനുസരിച്ചുള്ള അതോറിറ്റിയാണ് അവിടെ കൊടുക്കേണ്ടത്. ക്രിയേഷൻ ഓഫ് ഒബ്ലിഗേഷൻ ഓർ അക്കൗണ്ടബിലിറ്റി.
അക്കൗണ്ടബിലിറ്റിയും ഒബ്ലിഗേഷനും ക്രിയേറ്റ് ചെയ്യുക. അക്കോർഡിംഗ് ടു ലൂയിസ് എ അലൻ, the obligation to carry out responsibility and exercise authority in terms of performance standard established. എ അലൻ്റെ അഭിപ്രായത്തിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് ദ ഒബ്ലിഗേഷൻ ടു ക്യാരി ഔട്ട് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തം നടപ്പിലാക്കിയെടുക്കാനുള്ള ബാധ്യതയാണ്. റെസ്പോൺസിബിലിറ്റി ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒബ്ലിഗേഷനാണ്. ആൻഡ് എക്സൈസ് അതോറിറ്റി ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ്ഡ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനനുസരിച്ച് കൊണ്ട് അധികാരം എക്സൈസ് ചെയ്യാനൊക്കെയുള്ള ഒബ്ലിഗേഷനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം. ദ പേഴ്സൺ അസൈൻഡ് ദ ടാസ്ക് ഈസ് മോർലി responsible to perform the task because he accepted the task willingly. അപ്പോൾ നമ്മൾ ഈ ടാസ്ക് അസൈൻ ചെയ്യപ്പെട്ട വ്യക്തി ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് മോറലി റെസ്പോൺസിബിൾ ആണ്. കാരണം അത് ആ ടാസ്ക് അയാൾ വില്ലിംഗ്ലി അക്സെപ്റ്റ് ചെയ്തതാണ്. മീൻസ് ദാറ്റ് ഹി ഈസ് ആൻസറബിൾ ഫോർ ഫൈനൽ റിസൾട്ട്സ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫൈനൽ റിസൾട്ടിന് അയാൾ ആൻസറബിൾ ആയിരിക്കും. ഹി ഹാസ് ദ ഒബ്ലിഗേഷൻ ടു ഡു ദ വർക്ക് അസൈൻ ചെയ്യപ്പെട്ട വർക്ക് ചെയ്യാനുള്ള ബാധ്യത അയാൾക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരാ, ചെയ്തു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾക്ക് അയാൾ ആൻസറബിൾ ആയിരിക്കും എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഡെലിഗേഷൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ബൈ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ബൈ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഏതാണെന്നുള്ളത് നേരത്തെ അറിയിച്ചിരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡ്യൂട്ടീസ് ഓർ ഫങ്ഷൻസ് ഷുഡ് ബി അസൈൻ ടു സബോർഡിനേറ്റ്സ് ഇൻ ടേംസ് ഓഫ് റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സബോർഡിനേറ്റ്സിന് നമ്മൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യാൻ. ദ സുപ്പീരിയർ മസ്റ്റ് സ്റ്റേറ്റ് വാട്ട് ഹി എക്സ്പെക്ട്സ്, വെൻ ഹി എക്സ്പെക്ട്സ് ഇറ്റ് ടു ബി ഡൺ ആൻഡ് ബൈ ഹും. പിന്നെ സുപ്പീരിയേഴ്സ് എന്ത് സ്റ്റേറ്റ് ചെയ്തിരിക്കണം, പറഞ്ഞിട്ടുണ്ടായിരിക്കണം. വാട്ട് ഹി എക്സ്പെക്ട്സ്, എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്. വെൻ ഹി എക്സ്പെക്ട്സ് ഇറ്റ് ടു ബി ഡൺ, എപ്പോഴാണ് അത് ചെയ്തെടുക്കേണ്ടതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ബൈ ഹും, ആരാലാണിത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സുപ്പീരിയേഴ്സ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദ സബോർഡിനേറ്റ്സ് ക്ലിയർലി നോസ് വാട്ട് ഈസ് ഹിസ് ഫങ്ഷൻ ആൻഡ് വാട്ട് അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ് ടു ഹിം, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ഹിം. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും വാട്ട് ഈസ് ഹിസ് ഫങ്ഷൻ, എന്താണ് അയാളുടെ ഫങ്ഷൻ, വാട്ട് അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ് ടു ഹിം, എന്ത് അതോറിറ്റിയാണ് അയാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ഹിം, എന്താണ് അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ. ദ ഫങ്ഷൻ ടു ബി പെർഫോംഡ്, ദ മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ് മസ്റ്റ് ബി ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഫങ്ഷൻ മീൻസ് ജോബ്, വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്. ദ മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ, അത് ചെയ്യേണ്ട മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. ആൻഡ് ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്. ഇതെല്ലാം തന്നെ ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി ഡിഫൈൻഡ്, വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിർവചിച്ചിരിക്കണം. അല്ലാതെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. സോ ദ സബോർഡിനേറ്റ് ഗെറ്റ്സ് എ ക്ലിയർ ഐഡിയ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം ബൈ സുപ്പീരിയർ. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സിന് അവരിൽ നിന്നും സുപ്പീരിയർ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. ഹി ഷുഡ് ഡെലിഗേറ്റ് ദ അതോറിറ്റി ടു ദ സബോർഡിനേറ്റ്സ് ടു പെർഫോം ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റ്സിന് അവർ അധികാരം ഡെലിഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് വേണ്ട അധികാരം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. രണ്ടിൻ്റെയും ഇടയിൽ തുല്യത ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദർ ഷുഡ് ബി പാരിറ്റി ഓഫ് അതോറിറ്റി വിത്ത് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയുടെയും റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുല്യത ഉണ്ടായിരിക്കണം. ഇഫ് എ പേഴ്സൺ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി, ഒരു വ്യക്തിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ഹി ഷുഡ് ബി ഗിവൺ നെസസറി അതോറിറ്റി ടു ക്യാരി ഔട്ട് ദാറ്റ് ആക്ടിവിറ്റി. ആ ഒരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അതോറിറ്റി അയാൾക്ക് കൊടുത്തിരിക്കണം. റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലും അതോറിറ്റി കുറച്ചും കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റെസ്പോൺസിബിലിറ്റിക്ക് തത്തുല്യമായിട്ടുള്ള അതോറിറ്റിയും കൂടെ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. Unity of command. It means that each subordinate should report to only one superior, or every subordinate should be accountable to one superior only. അതായത് ഒരിടത്ത് നിന്ന് മാത്രമേ കമാൻഡ് സബോർഡിനേറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. അതായത് ഒരു സുപ്പീരിയറോട് മാത്രമേ സബോർഡിനേറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരാൻ പാടുള്ളൂ. ഒരാളോട് മാത്രമേ അവർ ആൻസർ ചെയ്യേണ്ടി വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ആവും, ഒന്നിൽ കൂടുതൽ സബോർഡിനേറ്റ്സ് ആവും. അപ്പം അവർ ഒരാൾ സുപ്പീരിയറോട് മാത്രമേ അക്കൗണ്ടബിൾ ആവാൻ പാടുള്ളൂ.
Authority level principles. Limit of authority must be specified to subordinate clearly. അതോറിറ്റിയുടെ പരിധി, അധികാര പരിധി എത്രത്തോളം ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റ്സ് ഓഫ് അതോറിറ്റി മസ്റ്റ് ബി സ്പെസിഫൈഡ് ടു സബോർഡിനേറ്റ് ക്ലിയർലി. അതോറിറ്റിയുടെ ലിമിറ്റ്, പരിധി എത്രയാണെന്നുള്ളത് സബോർഡിനേറ്റിനോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ദേ ആർ അലൗഡ് ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് വേസ് ടു പെർഫോം ഡ്യൂട്ടീസ് അസൈൻ ടു ദം വിത്തിൻ ദ അതോറിറ്റി ഡെലിഗേറ്റഡ് ടു ഹിം. അവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിനുള്ള വഴികൾ ഒക്കെ തന്നെ അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ആ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അധികാരത്തിൻ്റെ പരിധി ഏതാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ദ സുപ്പീരിയർ വിൽ നോട്ട് ഇൻ്റർഫിയർ. അപ്പോൾ ആ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരിടപെടാൻ പാടില്ല, സുപ്പീരിയർ ഇടപെടാൻ പാടില്ല. ദിസ് ഈസ് ഓൾസോ കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇതിനെ നമുക്ക് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ എന്നും കൂടെ പറയാം. അതായത് ചില ഡ്യൂട്ടീസ് സബോർഡിനേറ്റ്സിന് അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുകയാണ്, പിന്നെ അതിൽ നിന്നും ടോപ്പ് മാനേജേഴ്സ് പൂർണ്ണമായിട്ട് പിൻവാങ്ങുകയാണ്. അതിൻ്റെ മുഴുവൻ അധികാരവും അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തമൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. അല്ലാത്ത ഡ്യൂട്ടീസ് മാത്രം മറ്റുള്ളവർ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഇവിടെ പറയാൻ കാരണം. സ്കാലാർ പ്രിൻസിപ്പിൾ. ദർ ഈസ് എ ക്ലിയർ ലൈൻ ഓഫ് ഫ്ലോ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള അതോറിറ്റിയുടെ ആ ഒരു ഫ്ലോ, അതിൻ്റെ ഒരു ക്ലിയർ ലൈൻ ഇവിടെ ഉണ്ട്. എവറി സബോർഡിനേറ്റ് മസ്റ്റ് നോ ഹൂ ഡെലിഗേറ്റ്സ് അതോറിറ്റി ടു ഹിം. എല്ലാ സബോർഡിനേറ്റ്സിനും അറിഞ്ഞിരിക്കണം ആരാണ് അയാൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ടു ഹും ഹീ വുഡ് റെഫർ മാറ്റേഴ്സ് ബിയോണ്ട് ഹിസ് ഓൺ അതോറിറ്റി. അയാളുടെ അധികാര പരിധിക്ക് അപ്പുറമുള്ള മാറ്റേഴ്സ് ആരോടാണ് അയാൾ പറയേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അധികാരം എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നതെന്നും ആരിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നും കൃത്യമായിട്ട് സബോർഡിനേറ്റ്സ് അറിഞ്ഞിരിക്കണം. Principle of communication. The authority and responsibility should be properly communicated to subordinates. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് സബോർഡിനേറ്റ്സിനെ അറിയിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഡെലിഗേഷൻ എന്താണെന്ന് നോക്കാം. ഇത് റിസൾട്ട്സ് ഇൻ ക്വിക്ക് ഡിസിഷൻ. ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. കാരണം ദ സബോർഡിനേറ്റ്സ് ആർ ഗിവൺ സഫിഷ്യൻറ്റ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് എടുക്കുന്നതിനുള്ള അധികാരം, വേണ്ടത്ര അധികാരം സബോർഡിനേറ്റ്സിന് കിട്ടുന്നുണ്ട്. ഹീ ഷുഡ് നോട്ട് വെയിറ്റ് ടു ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ദി സുപ്പീരിയർ. ഒരു കാര്യം വരുന്ന സമയത്ത് സുപ്പീരിയറിൽ നിന്നും ഒരു ഓർഡർ കിട്ടാനോ അങ്ങോട്ട് അത് ആദ്യം റിക്വസ്റ്റ് ചെയ്യാനോ എന്നിട്ട് ഓർഡർ വരാനൊന്നും അയാൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. സോ എ ലോട്ട് ഓഫ് ടൈം ക്യാൻ ബി സേവ്ഡ്. ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് റെഡ്യൂസസ് ദ ബേർഡൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് സുപ്പീരിയേഴ്സ്. കുറേ കാര്യങ്ങൾ, കുറേ ഉത്തരവാദിത്തങ്ങൾ താഴെ ലെവലിലേക്ക് കൈമാറുകയാണ്, കൂടെ കുറച്ച് അതോറിറ്റി കൊടുക്കുകയേ വേണ്ടുള്ളൂ. സോ സുപ്പീരിയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാരം അത് കുറേയൊക്കെ കുറയ്ക്കുന്നുണ്ട്. ദ മാനേജ്മെൻറ്റ് ക്യാൻ ഗെറ്റ് മോർ ടൈം ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി കുറേ പാസ് ചെയ്യുന്നു, താഴെ ലെവലിലേക്ക് കുറേ ഡ്യൂട്ടീസ് അങ്ങോട്ട് കൈമാറുന്നു, കൂടുതൽ സമയം മാനേജേഴ്സിന് കിട്ടും. അതുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയം സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും പോളിസി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് സബോർഡിനേറ്റ്സ് ടു ഗ്രോ, എൻലാർജ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡെവലപ്പ് ദെയർ കപ്പാസിറ്റീസ്. ഇത് സബോർഡിനേറ്റ്സിനെ വളരുന്നതിന്, അവരുടെ അറിവും മറ്റും ഒക്കെ തന്നെ വലുതാക്കുന്നതിന്, എൻലാർജ് ചെയ്യുന്നതിന്, വിപുലീകരിക്കുന്നതിന്, ഡെവലപ്പ് ദെയർ കപ്പാസിറ്റീസ്, അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു. കാരണം പൂർണ്ണമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള അധികാരം, ഉത്തരവാദിത്തം അവർക്ക് കൊടുക്കുകയാണ്. അവർക്കായിട്ടത് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുന്നതുകൊണ്ട് അവർ ഒരുപാട് വളരും എന്നുള്ളതാണ്. ഡെലിഗേഷൻ സെർവ്സ് ആസ് എ മോട്ടിവേഷണൽ ഫാക്ടർ. ഇതൊരു മോട്ടിവേഷണൽ ഫാക്ടറായിട്ടാണ് വർത്തിക്കുന്നത്. സബോർഡിനേറ്റ്സ് ബിക്കം മോർ റെസ്പോൺസിബിൾ. ഒരു കാര്യം ഏൽപ്പിക്കുന്നതോടുകൂടി സബോർഡിനേറ്റ്സ് കൂടുതൽ ഉത്തരവാദികളാവും. സോ ദേ ഡെഡിക്കേറ്റ് മോർ ടു ദ വർക്ക് ആൻഡ് ദേ ഫീൽ പ്രൗഡ് ഓഫ് ബീയിങ് ഗിവൺ ദ അതോറിറ്റി. അവർ ആ വർക്കിനോട് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അവർക്ക് അതോറിറ്റി കിട്ടിയതിൽ കുറച്ച് അഭിമാനം തോന്നുകയും ചെയ്യും. ദിസ് ടേൺ ബൂസ്റ്റ് ദെയർ മൊറൈൽ. ഇത് അവരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഡ്യൂട്ടി നമുക്ക് തരുമ്പോൾ മാത്രമാണ് നമ്മളത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും എല്ലാം. ഇപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് ഒരു കുട്ടിക്ക് ഒരു ഡ്യൂട്ടി ഒരു ടീച്ചർ അസൈൻ ചെയ്യുമ്പം അത് ആ കുട്ടിക്ക് ഒരു അംഗീകാരം കൂടെയാണ്. മറ്റുള്ളവരെക്കാളും എന്തോ ഒരു ടാലൻറ്റ് തനിക്കുള്ളത് കൊണ്ട്, തനിക്കത് ചെയ്യാൻ കഴിഞ്ഞ് ടീച്ചർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തനിക്ക് ആ വർക്ക് തന്നിരിക്കുന്നതെന്ന് ആ കുട്ടിക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോൾ അത് ആ കുട്ടിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളൊരു മോട്ടിവേഷനായിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും. ആ രീതിയിൽ അവരുടെ ആത്മവീര്യം വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു ഡെവലപ്പ് എക്സിക്യൂട്ടീവ്സ്. എക്സിക്യൂട്ടീവ്സിനെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അലൗസ് ദ സബോർഡിനേറ്റ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ.
അവരിലേക്ക് നമ്മൾ അതോറിറ്റി കൈമാറുന്നതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. മേലിൽ ഒരു തീരുമാനം എടുക്കുന്നത് അത് നടപ്പിലാക്കൽ മാത്രം കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവില്ല. ഇത് തീരുമാനങ്ങൾ അവർക്ക് തന്നെ എടുക്കാം, അവർക്ക് തന്നെ നടപ്പിലാക്കാം. സോ എക്സിക്യൂട്ടീവ്സിന് പിന്നെ സുപ്പീരിയേഴ്സ് നമ്മുടെ സൂപ്പർവൈസേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന അവസരം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സിക്യൂട്ടീവ്സ് ക്യാൻ ബി ഡെവലപ്ഡ്, അവർക്ക് മെച്ചപ്പെടാനുള്ള അവസരം ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് സെക്യൂർസ് ബെറ്റർ കോർഡിനേഷൻ ഓഫ് എൻ്റർപ്രൈസ് ആക്ടിവിറ്റീസ്. എൻ്റർപ്രൈസസിൻ്റെ ആക്ടിവിറ്റീസിൽ നല്ല കോർഡിനേഷൻ ഇത് കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം അധികാരം മാത്രമല്ല കൈമാറുന്നത്, ഉത്തരവാദിത്വവും രണ്ടും ഒരുമിച്ചാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. Delegation improves the behavioral climate in the organization. It paves the way for improved job satisfaction and productivity. ഓർഗനൈസേഷനിലെ ബിഹേവിയറൽ ക്ലൈമറ്റ്, ആ ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മെച്ചപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നുണ്ട്, അല്ലെ, പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നുണ്ട്. കാരണം വേണ്ടത്ര അംഗീകാരവും കാര്യമൊക്കെ കിട്ടുന്നു, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. അതൊക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. അതുപോലെ തന്നെ അവർക്കൊരു മോട്ടിവേഷണൽ ഫാക്ടറായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് പ്രോഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെയൊക്കെ ഓർഗനൈസേഷൻ്റെ ആ ഒരു ബിഹേവിയറൽ ക്ലൈമറ്റ് മെച്ചപ്പെടുന്നതിനുള്ള അവസരം ഡെലിഗേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഇനീഷ്യേറ്റ്, കമാൻഡ് ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ്. ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിന്, കമാൻഡ് ചെയ്യുന്നതിന്, ഓർഡറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനൊക്കെയുള്ള റൈറ്റാണ് അതോറിറ്റി. ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ, ഇത് അതോറിറ്റി റൈറ്റ് ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒബ്ലിഗേഷനാണ്, ബാധ്യതയാണ്. ഓഫ് എ സബോർഡിനേറ്റ് പെർഫോം എ ഡ്യൂട്ടി, ഒരു ഡ്യൂട്ടി ചെയ്യാനുള്ള സബോർഡിനേറ്റിൻ്റെ ബാധ്യതയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിഗേഷൻ ഈസ് പോസിബിൾ, അതിൻ്റെ കൈമാറ്റം സാധ്യമാണ്, അല്ലെ, അത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതേസമയം റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ്. അത് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്, അത് മറ്റൊരാളിലേക്ക് ചാർത്തി കൊടുക്കാൻ പറ്റില്ല. അതോറിറ്റി സ്റ്റേബിളാണ്, അത് മാറില്ല, സ്റ്റേബിളാണ്. മറ്റേത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അത് അവസാനിക്കും. ഇറ്റ് എൻഡ്സ് വിത്ത് പെർഫോമൻസ്. അതോറിറ്റി ഇറ്റ് ക്യാൻ ബി വിത്ത്ഡ്രോൺ, അതോറിറ്റി പിൻവലിക്കാവുന്നതാണ്. ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അയാൾ അതിന് അർഹനല്ലാന്ന് തോന്നുക അല്ലെങ്കിൽ അയാൾ വയലേറ്റ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ അധികാരം പിൻവലിക്കാവുന്നതാണ് സുപ്പീരിയേഴ്സിന്. അതേസമയം റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി വിത്ത്ഡ്രോൺ, ഉത്തരവാദിത്വം നമുക്ക് വിത്ത്ഡ്രോൺ ചെയ്യാൻ പറ്റില്ല. അതോറിറ്റി അറൈസസ് ഡ്യൂ ടു പൊസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൊസിഷൻ കാരണം കിട്ടുന്നതാണ് അതോറിറ്റി. നമ്മൾ പലതരത്തിലുള്ള അതോറിറ്റി മനസ്സിലാക്കി. ഓർഗനൈസേഷനിൽ പൊസിഷൻ മൂലം കിട്ടുന്നതാണ് അതോറിറ്റി. ഒരു മാനേജർക്ക്, സൂപ്പർവൈസർക്ക്, ചീഫ് എക്സിക്യൂട്ടീവ്സിനൊക്കെ അവരുടെ പൊസിഷൻ അനുസരിച്ചാണ് അധികാരം വരുന്നത്. ഇറ്റ് അറൈസസ്, റെസ്പോൺസിബിലിറ്റി അറൈസസ് ഡ്യൂ ടു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, സൂപ്പർവൈസർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. സൂപ്പർവൈസർ സബോർഡിനേറ്റ് ബന്ധത്തിലൂടെ, അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് ബന്ധത്തിലൂടെയാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതോറിറ്റി ഫ്ലോസ് ഡൗൺവേർഡ്സ്, അതോറിറ്റി താഴോട്ടാണ് ഒഴുകുന്നത്, മുകളിൽ നിന്ന് താഴേക്ക് കൊടുത്തു പോവാണ്. റെസ്പോൺസിബിലിറ്റി ഇത് ഡസ് നോട്ട് ഫ്ലോ ബട്ട് സ്റ്റേസ്, അത് ആരിലേക്ക് ഒഴുകില്ല, കാരണം ആർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. ആരെയാണോ ഒരു കാര്യം ഏൽപ്പിച്ചത് ആ വ്യക്തി തന്നെ ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ ആവുക. ദെൻ സെൻട്രലൈസേഷൻ എന്താണെന്ന് നോക്കാം. Centralization. Centralization refers retention and concentration of authority of decision making at a higher or top level of management. Centralization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി നിലനിർത്തുക അല്ലെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഓഫ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് എ ഹയർ ഓർ ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഹയർ ലെവലിൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുക, റിട്ടൻഷൻ ചെയ്യുക, അവിടെ നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുക. അതായത് താഴെ ലെവലിലേക്ക് അതോറിറ്റി പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് മെജോറിറ്റി ഓഫ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് നോട്ട് അറ്റ് വർക്ക് പ്ലേസ് വേർ വർക്ക് ആർ പെർഫോംഡ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മെജോറിറ്റി ഓഫ് ഡിസിഷൻസ്, കൂടുതൽ ഡിസിഷൻസും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ്, അല്ലാതെ എവിടെയല്ല വർക്ക്സ് പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക് പ്ലേസിലല്ല. നോട്ട് അറ്റ് വർക്ക് പ്ലേസ് വേർ വർക്ക്സ് ആർ പെർഫോംഡ്. അക്കോർഡിംഗ് ടു ലൂയിസ് അലൻ ആണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രലൈസേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് കൺസിസ്റ്റന്റ് റിസർവേഷൻ ഓഫ് അതോറിറ്റി അറ്റ് സെൻട്രൽ പോയിന്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ സെൻട്രൽ പോയിന്റിൽ, അതായത് കേന്ദ്രീകൃത മേഖല ഏതാണോ അവിടെ നമ്മുടെ അതോറിറ്റിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള
റിസർവേഷൻ മാറ്റിവെക്കൽ മീൻസ് അവിടെ മാത്രമായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രലൈസേഷൻ എന്ന് പറയും. സ്മോൾ എൻ്റർപ്രൈസസ് യൂഷ്വലി ഹാവ് സെൻട്രലൈസ്ഡ് അതോറിറ്റി. ചെറിയ ഓർഗനൈസേഷനുകൾക്ക് സാധാരണഗതിയിൽ സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ് ഉണ്ടാവുക. അവിടെ കുറേ മാനേജേഴ്സോ കാര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. അവിടെ ഒരു മെയിനായിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം മാത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നു. അതിന് മാത്രമേ അതിൻ്റെ സൈസ് ഉള്ളൂ എന്നുള്ളതാണ്. അതേസമയം ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ലൂയിസ് അലൻ, ഡീസെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് എഫേർട്ട് to delegate to the lower levels all authority except that which can only be exercised at a central point. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടാണ്, പ്രയത്നമാണ് ടു ഡെലിഗേറ്റ് ടു ദ ലോവസ്റ്റ് ലെവൽസ് ഓൾ അതോറിറ്റി. മുഴുവൻ അതോറിറ്റിയും താഴെ ലെവലിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരു ശ്രമമാണത്. ഏതൊഴിച്ച് എക്സെപ്റ്റ് ദാറ്റ് വിച്ച് ക്യാൻ ഓൺലി ബി എക്സസൈസ്ഡ് അറ്റ് സെൻട്രൽ പോയിന്റ്സ്. ചില കാര്യങ്ങളൊന്നും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ പോയിന്റ്സിൽ തന്നെ എക്സൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അതോറിറ്റിയും താഴെ ലെവലിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ, കൈമാറ്റം ചെയ്യാനുള്ള ഒരു പ്രയത്നം, സിസ്റ്റമാറ്റിക് എഫേർട്ടാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ദ സെൻറ്റേഴ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആർ ഡിസ്പേഴ്സ്ഡ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സെൻറ്റേഴ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷൻ മുഴുക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് പല പല കേന്ദ്രങ്ങളിലായിട്ട് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. അല്ലാതെ ഒരൊറ്റ സെൻട്രൽ പോയിന്റിൽ മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ് നടക്കുക. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സെൻറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ പലയിടത്തായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും. ദ എസൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഈസ് ദ ട്രാൻസ്ഫറൻസ് ഓഫ് അതോറിറ്റി ഫ്രം എ ഹയർ ലെവൽ ടു ദി ലോവർ ലെവൽ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദ അതോറിറ്റി ഓഫ് ടേക്കിംഗ് മേജർ ഡിസിഷൻസ് ആൻഡ് ഫ്രെയിമിംഗ് പോളിസി ഈസ് റീറ്റെയിൻഡ് അറ്റ് സെൻട്രൽ പോയിന്റ്. ഇപ്പോൾ സാധാരണഗതിയിൽ മേജർ ഡിസിഷൻസ്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെ തന്നെ പോളിസീസ് തയ്യാറാക്കുന്നതെല്ലാം തന്നെ സെൻട്രൽ പോയിന്റുകൾ, അതിനുള്ള അതോറിറ്റി സെൻട്രൽ പോയിന്റിലാണ് റിട്ടൈൻ ചെയ്യപ്പെടുന്നത്. അതായത് അറ്റ് ദ ടോപ്പ് എന്നുള്ളതാണ് സെൻട്രൽ പോയിന്റ് എന്നുള്ള ഉദ്ദേശം. ആൻഡ് അതോറിറ്റി ടു ദ ലോവർ ലെവൽസ് വിത്ത് റെസ്പെക്ട് ടു ദ ടാസ്ക് അസൈൻഡ് ഓർ റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റഡ് ടു ദ ലോവർ ലെവൽസ്. അതേസമയം അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ടാസ്കുകളും മറ്റൊക്കെ തന്നെ പെർഫോം ചെയ്യുന്നതിനുള്ള അതോറിറ്റി ലോവർ ലെവലിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. Delegation. It refers to the entrustment of responsibility and authority from one individual to another. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അധികാരവും ഉത്തരവാദിത്വവും അതിന് തത്തുല്യമായിട്ടുള്ള അധികാരവും എൻട്രസ്റ്റ് ചെയ്യുന്ന, ഏൽപ്പിക്കുന്നതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ refers to the systematic delegation of authority throughout the organization. ഓർഗനൈസേഷൻ മുഴുക്കെ, ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ടല്ല, ഓർഗനൈസേഷൻ മുഴുക്കെ നമ്മുടെ അധികാരത്തിൻ്റെ സിസ്റ്റമാറ്റിക്കുള്ള ഡെലിഗേഷൻ, അത് സിസ്റ്റമൈസ്ഡ് ഫോമിൽ ഡെലിഗേറ്റ് ചെയ്യുന്നതാണ്, കൈമാറ്റം ചെയ്യുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഈസ് എ മസ്റ്റ് ഫോർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ വർക്കും ഏറ്റെടുക്കുക, എല്ലാ വർക്കും ചെയ്യുക എന്നുള്ളത് ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ വർക്കുകൾ താഴെ ലെവലിലേക്ക് അസൈൻ ചെയ്യണം, അതായത് റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യണം. തീർച്ചയായിട്ടും അത് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അധികാരം കൊടുത്തേ പറ്റൂ. അതേസമയം ഡീസെൻട്രലൈസേഷൻ ഈസ് ഓപ്ഷണൽ. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അധികാരം താഴെ ലെവലിലേക്ക് കൈമാറി പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് മുഴുവൻ കാര്യങ്ങളും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന രീതിയിലും വേണമെങ്കിൽ ആവാം. ദ പേഴ്സൺ ഹു ഡെലിഗേറ്റ്സ് അതോറിറ്റി കീപ്സ് ദ പവർ ടു കൺട്രോൾ വിത്തിൻ ഹിംസെൽഫ്. ഈ അതോറിറ്റി കൈമാറുന്ന വ്യക്തിയുടെ അടുത്ത് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള പവർ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അവർക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയം ദ അതോറിറ്റി ടു കൺട്രോൾ മേ ഓൾസോ ബി ഡെലിഗേറ്റഡ് ടു ദി ലോവർ ലെവൽസ്. ഡീസെൻട്രലൈസേഷൻ്റെ കേസിൽ നമ്മൾ ലോവർ ലെവൽസിലേക്ക് ഈ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം വരെ വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്തേക്കാം. ഡെലിഗേഷൻ ഈസ് എ പ്രോസസ്സ്, അതൊരു പ്രോസസ്സാണ്. അതേസമയം ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എൻഡ് റിസൾട്ട്. ദെൻ ഡെലിഗേഷൻ ഇറ്റ് ഗിവ്സ് ഗുഡ് റിസൾട്ട് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനും ഇത് നല്ല റിസൾട്ടാണ് ഉണ്ടാക്കുക. കാരണം റെസ്പോൺസിബിലിറ്റി വർക്കുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവരിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും റെസ്പോൺസിബിൾ ആവുന്നു, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യപ്പെടും, എല്ലാവരും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. അതേസമയം ഡീസെൻട്രലൈസേഷൻ ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഇൻ ബിഗ് ഓർഗനൈസേഷൻ. വലിയ ഓർഗനൈസേഷനുകളിൽ ഇത് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്.
ദെൻ ഡെലിഗേഷൻ എസ്റ്റാബ്ലിഷ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരാൾ ഒരു റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യുന്നു. അത് കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നൽകിയ വ്യക്തിയോട് അയാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും, അയാളോട് അക്കൗണ്ടബിൾ ആയിരിക്കും, ആൻസർ ചെയ്യേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്യും. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ്സ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കും. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റെപ്സ് ടുവേർഡ്സ് ക്രിയേഷൻ ഓഫ് സെമി ഓട്ടോണമസ് യൂണിറ്റ്സ്. സെമി ഓട്ടോണമസ് ആയിട്ടുള്ള സ്വയം ഭരണ യൂണിറ്റുകൾ, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം കൈമാറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭാഗികമായിട്ടുള്ള സ്വയം ഭരണ യൂണിറ്റുകളാക്കിയിട്ട് രൂപീകരിക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാ പവറും അവർക്കായിരിക്കും ഉണ്ടാവുക, കൺട്രോൾ ചെയ്യാനുള്ള പവറും അവർക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ നീഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ ഇൻ ബിസിനസ് ഹൗസസ്. ബിസിനസ് ഹൗസുകളിൽ ഡീസെൻട്രലൈസേഷൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നോക്കാം. ഡെലിഗേഷൻ്റെ ആവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദ ഡീസെൻട്രലൈസേഷൻ ഈസ് നീഡഡ് ഇൻ ബിസിനസ് ഹൗസ് ഡ്യൂ ടു ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. താഴെ പറയുന്ന ഗുണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ വേണമെന്ന് പറയുന്നത്. റിലീഫ് ടു ദ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഇത്തിരി ആശ്വാസം പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് റിലീവ്സ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഫ്രം എക്സസീവ് വർക്ക് ലോഡ്. അമിതമായ ജോലി ഭാരത്തിൽ നിന്നും ഇത് എക്സിക്യൂട്ടീവ്സിനെ റിലീവ് ചെയ്യിക്കുന്നുണ്ട്. ദിസ് ഗീവ്സ് ദ സെൻട്രൽ മാനേജ്മെൻറ്റ് more time to concentrate on planning, control, policy making, etc. ഇതുമൂലം സെൻട്രൽ മാനേജ്മെൻറ്റിന് കൂടുതൽ സമയം പ്ലാനിങ്, കൺട്രോൾ, പോളിസി മേക്കിംഗ് പോലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ എക്സിക്യൂട്ടീവ്സ്. ഭാവി എക്സിക്യൂട്ടീവ്സിനെ ഇത് ഡെവലപ്പ് ചെയ്യും. കാരണം പൂർണ്ണമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കുമ്പം അവർ ചെയ്ത് കാര്യങ്ങൾ പഠിക്കും എന്നുള്ളതാണ്. സബോർഡിനേറ്റ് അക്വയേഴ്സ് എക്സ്പീരിയൻസ് ഡ്യൂ ടു ഡെലിഗേഷൻ ഓഫ് വർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പം സബോർഡിനേറ്റ്സിന് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദേ ക്യാൻ ടേക്ക് ഡിസിഷൻസ് വിത്തിൻ ദ സ്പിയർ ഓഫ് അതോറിറ്റി. അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. സോ ഈ പൂൾ ഓഫ് ടാലൻറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫോർ പ്രൊമോട്ടിങ് ഹയർ പൊസിഷൻ. അപ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ അത് ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാവിയിൽ ഹയർ പൊസിഷനിലേക്ക് അങ്ങനെയുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ചെറിയ തോതിൽ പഠിച്ചെടുത്ത ഒരു ടീം നമ്മുടെ മുമ്പിലുണ്ടാകുമ്പം ഹയർ ലെവലിൽ നിന്ന് ഒരാൾ പോകുന്ന സമയത്ത് അവിടേക്ക് ഈ പറയുന്ന ആളുകളെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഹൈലി മോട്ടിവേഷണൽ ആണ്. ഡീസെൻട്രലൈസേഷൻ ഗീവ്സ് ദ സബോർഡിനേറ്റ്സ് ദ ഫ്രീഡം ടു ആക്ട് ആൻഡ് മേക്ക് ഡിസിഷൻസ്. ഡീസെൻട്രലൈസേഷൻ മൂലം സബോർഡിനേറ്റ്സിന് സ്വയം പ്രവർത്തിക്കുന്നതിന്, തീരുമാനിക്കുന്നതിനൊക്കെയുള്ള ഫ്രീഡം കിട്ടുകയാണ്. അപ്പോൾ ദിസ് ഗിവൺ ഹിം എ ഫീലിംഗ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റെക്കഗ്നീഷൻ. ഇത് അവരിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ റെക്കഗ്നീഷൻ, അംഗീകാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. ഒരു എസ്റ്റീം നീഡ് നമ്മളെല്ലാവരിലും ഉണ്ട്. അപ്പം ഒരു അംഗീകാരവും സ്റ്റാറ്റസും ഒക്കെ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഹി ഡെഡിക്കേറ്റ്സ് ഹിസ് സർവീസ് ഫുള്ളി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് അയാളെ മോട്ടിവേറ്റ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ മുഴുവൻ സർവീസും ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ബെറ്റർ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ക്യാൻ ബി കോർഡിനേറ്റഡ് ഈസിലി. എല്ലാവരുടെയും വർക്ക് അതത് ഭാഗങ്ങളിലായിട്ട് കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതൊന്നിച്ച് കോർഡിനേറ്റ് ചെയ്താൽ മതിയാവും. ആ നിലയ്ക്ക് കോർഡിനേഷൻ വളരെ ഈസി ആയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ലീഡ്സ് ടു പ്രോംപ്റ്റ് ആക്ഷൻസ് ആൻഡ് ക്വിക്ക് ഡിസിഷൻസ്. വളരെ പെട്ടെന്നുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം ദ സബോർഡിനേറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു വെയിറ്റ് ഫോർ ഗൈഡൻസ് ഫ്രം ഹയർ ലെവൽ. പൂർണ്ണമായ അധികാരം താഴെ ലെവലിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടി ഹയർ ലെവലിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും. സോ ദേ ഹാവ് ദ അതോറിറ്റി ടു ടേക്ക് പ്രോംപ്റ്റ് ഡിസിഷൻസ്. അവർക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ആക്ഷൻസ് നടത്തുന്നതിന്, ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നതിനൊക്കെ സാധിക്കുന്നുണ്ട്. Effective control. In decentralization, the responsibility is much more specific. It helps to control the organization effectively. ഡീസെൻട്രലൈസേഷനകത്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആണ്. കൃത്യമായിട്ട് ഓരോ കാര്യം ഓരോ ടീമിന് അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ആ റെസ്പോൺസിബിലിറ്റി അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. കൃത്യമായിട്ട് ആരാണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് അറിയാൻ സാധിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ദ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്ലി. കൃത്യമായിട്ട് ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ടീം അറിയാവുന്നതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അത് കറക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂ ടു ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ക്രിയേറ്റ്സ് പ്രോബ്ലം ഓഫ് കോർഡിനേഷൻ അമംഗ് വേരിയസ് ലെവൽസ്.
ഈ അതോറിറ്റി ഡീസെൻട്രലൈസേഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ വിവിധ ലെവലുകളിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കോർഡിനേഷൻ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടപ്രകാരം ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം തന്നെ എല്ലാ ലെവലുകളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. യൂണിഫോമിറ്റി ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഈസ് നോട്ട് പോസിബിൾ. പോളിസീസിലാണെങ്കിലും പ്രൊസീജിയറുകളിലാണെങ്കിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോ ഓട്ടോണമസ് യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവരുടെ ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാം. അവരുടെ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസീസും പ്രൊസീജിയറൊക്കെ അവർക്ക് കൊണ്ടുപോകാം. അപ്പോൾ പൂർണ്ണമായിട്ടും അവർക്ക് അധികാരം വിട്ടുകൊടുക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഒരു യൂണിഫോമിറ്റി, എല്ലാ യൂണിറ്റുകളും തമ്മിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണമെന്നില്ല. ഈച്ച് മാനേജർ ഫ്രെയിംസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അക്കോർഡിംഗ് ടു ഈച്ച് ടാലൻറ്റ്. ഓരോ മാനേജറും അയാളുടെ കഴിവനുസരിച്ചുള്ള പോളിസീസും പ്രൊസീജിയറുമാണ് ഫ്രെയിം ചെയ്യുക. ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പേഴ്സൺ ആർ റിക്വയർഡ് ടു ആക്സെപ്റ്റ് അതോറിറ്റി. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽസ് അവിടെ ആവശ്യമാണ് അധികാരം ഏറ്റെടുക്കണമെങ്കിൽ. സ്മോൾ ബിസിനസ് കൺസേൺസ് ആർ നോട്ട് ഏബിൾ ടു അഫോർഡ് ഫിനാൻഷ്യൽ ബർഡൻസ്. അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ബർഡൻ, സാമ്പത്തിക ഭാരമൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഡീസെൻട്രലൈസേഷനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ഇഫ് ദ എൻ്റർപ്രൈസ് ഈസ് എ ബിഗ് വൺ. വലിയ ഓർഗനൈസേഷനുകൾക്ക് മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. ഓട്ടോണമസ് യൂണിറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ഇൻ ദ ബിഗ് കൺസേൺസ്. ഈ ഓട്ടോണമസ് യൂണിറ്റ്, സ്വയംഭരണ യൂണിറ്റുകൾ വലിയ ഓർഗനൈസേഷനിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്രയാണ് നമുക്കതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാം. ടിൽ ദെൻ ബൈ.